എങ്ങനെയാണ് ഈ നേട്ടത്തെ വിലയിരുത്തേണ്ടത് ഈ ഘട്ടത്തിൽ? തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നിലവിലെ പിണറായി വിജയൻ്റെ ഭരണത്തിൽ അവർ പൊറുതിമുട്ടിയിരിക്കുകയാണ്. അനാവശ്യമായ വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയത്തിനെ വിവാദ ഭൂമികയാക്കി മാറ്റുവാനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എക്കാലത്തെയും ശ്രമം. തിരഞ്ഞെടുപ്പിന് മുൻപുള്ള അവസാനത്തെ 10 ദിവസം പോലും നമ്മൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ പലപ്പോഴും ഫേസ്ബുക്കിൽ നിന്ന് അത്തരം വിവാദങ്ങളിലേക്ക് പോകാതിരിക്കാൻ വരെ പലപ്പോഴും മനഃപൂർവ്വമായിട്ട് തന്നെ ശ്രദ്ധിച്ചിരുന്നു. ഇപ്പോൾ ഈ പറയുന്ന പോലെ പല വിഷയങ്ങളും എടുത്തു വെച്ചുകൊണ്ട് അതിൻ്റെ പുറകിൽ മാത്രം ചർച്ച നിർത്തുക എന്നുള്ളതായിരുന്നു അവസാനത്തെ 10 ദിവസത്തെ അവരുടെ ശ്രമം എന്ന് പറയുന്നത്. വെച്ചാൽ ഭരണപരാജയത്തിലേക്കോ അല്ലെങ്കിൽ മറ്റ് വിഷയങ്ങളിലേക്കോ ശ്രദ്ധ പോകരുത് എന്നുള്ളതായിരുന്നു. പക്ഷേ തീർച്ചയായിട്ടും ഗ്രൗണ്ടിനകത്ത് നമുക്ക് കേന്ദ്രീകരിക്കുവാനും പ്രവർത്തിക്കുവാനും വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പോൾ BJP ഉയർത്തിയ ഒരു മുദ്രാവാക്യം വികസന കേരളം എന്നുള്ളതായിരുന്നു. വിവാദ കേരളം എന്നുള്ളതായിരുന്നില്ല, പകരം വികസന കേരളം എന്നുള്ളതായിരുന്നു. ആ വികസന കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തുമ്പോൾ തന്നെയും അത്തരത്തിൽ കൃത്യമായ ട്രാക്ക് റെക്കോർഡുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖർജി ഉൾപ്പെടെയുള്ള ആൾക്കാർ, അല്ലെങ്കിൽ അദ്ദേഹം തന്നെ മുന്നിൽ നിന്നിട്ട് അത്തരത്തിലൊരു കമ്മിറ്റ്മെൻറ്റ് ജനങ്ങളോട് കൊടുക്കുമ്പോൾ ജനങ്ങൾ അത് വിശ്വസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ മേൽ കേരളത്തിലുള്ള വിശിഷ്യ തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് എത്ര വിശ്വാസമുണ്ട് എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭ എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടി ഇപ്പോൾ എല്ലാ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പുകളിലും നമുക്ക് 1ാം സ്ഥാനത്തേക്ക് എത്താൻ കഴിയുന്ന ഒന്നാണ്. 2024 രാജീവ് ചന്ദ്രശേഖർജി മത്സരിക്കുമ്പോൾ അത് 70 കിടക്കുന്ന അതിനു മുമ്പ് 70 എന്ന് പറഞ്ഞാൽ മാർക്ക് നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല. 60+ നിന്നിരുന്നത് 70+ നമുക്ക് പോകാൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അതിനെ നഗരസഭയുടെ ഒരു ഇലക്ഷൻ ഇതിലേക്ക് വരുന്ന സമയത്ത് വിജയത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് വിടുക എന്ന് പറയുന്നത് വളരെ പ്രധാനമായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും തിരുവനന്തപുരത്ത് വലിയ വികസനം വരും എന്നുള്ള കാര്യം എല്ലാ മേഖലയിലുള്ള ജനങ്ങളും അത് ഒരേപോലെ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത്. മറ്റേ മുൻകാലങ്ങളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കഴക്കൂട്ട മേഖലയായിരുന്നു എല്ലാ കാലഘട്ടങ്ങളിലും BJPക്ക് ഒരു വലിയ നഗരസഭാ തിരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഒരു ബാലികേറാമലയിൽ നിന്നിരുന്നത്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കഴക്കൂട്ട മേഖല ഏതാണ്ട് പരിപൂർണമായും തന്നെ അല്ലെങ്കിൽ ഒരു 50% വിജയിച്ചു വരാൻ വേണ്ടിയിട്ട് BJPക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾ BJPയുടെ മേൽ തിരുവനന്തപുരം നഗരപരിധിയിൽ വലിയ തോതിലുള്ള വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഗ്രാമമേഖലകളിലും ഒരുപാട് പഞ്ചായത്തുകളിൽ BJPക്ക് വലിയ മുന്നേറ്റം സൃഷ്ടിക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അതിൻ്റെ കണക്കുകൾ പരിപൂർണമായിട്ടും വന്നു കഴിഞ്ഞാൽ മാത്രമേ ആ മേഖലയിലുള്ള നമ്മുടെ പ്രകടനത്തിനെ കൂടുതൽ മികച്ചതായിട്ട് നമുക്ക് വിലയിരുത്തുവാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. എന്തായിരുന്നാലും ശരി തന്നെയാണ്, വിവാദ കേരളമല്ല ഇവിടെ ആവശ്യം, വികസന കേരളമാണ് എന്നുള്ള കാര്യം ജനം അംഗീകരിച്ചു എന്നുള്ളതാണ് തിരുവനന്തപുരത്തെ റിസൾട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്.